അതിന് മുമ്പ് തന്നെ നരേന്ദ്രമോദിക്ക് എതിരായിരുന്നല്ലോ. ഓർക്കുന്നില്ലേ ഭ്രൂണം, തൃശ്ശൂലം, അക്രമം. പിന്നെ ആരുടെ കാശ് കിട്ടിയാലും വാങ്ങിക്കുന്ന പ്രതിപക്ഷം നമുക്ക് ഇന്ത്യയിലുണ്ടല്ലോ, പ്രത്യേകിച്ച് നമ്മുടെ നെഹ്റു ഫാമിലി. മോദി 3.0 എന്ന് പറയുന്നത് മോദി റീലോഡഡ് ആണ്. മോദിയോടെ ചൊറിയാൻ നിന്നവർക്കെല്ലാം പണി കിട്ടിയിട്ടുണ്ട്. അനീഷ് ഒന്ന് പരിശോധിച്ച് നോക്കിയിട്ട് ലോക നേതാക്കന്മാരാരും മോഡിയെ ചൊറിയാൻ പോയിട്ടുണ്ടോ? അവർക്കൊക്കെ പണി കിട്ടിയിട്ടുണ്ട്. നമസ്കാരം. നാട്ടിലെ ചെറുപ്പക്കാരെല്ലാം കാനഡയിലോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു തിരക്കിലാണ്. അപ്പോൾ കാനഡയിൽ നിന്ന് വരുന്ന ഒരു വിവരം, കനേഡിയൻ പ്രൈം മിനിസ്റ്റർ ശ്രീ ജസ്റ്റിൻ ട്രൂഡോ രാജിവെച്ചിരിക്കുന്നു. ഇത് രണ്ട് രീതിയിലാണ് നമ്മൾ കാണേണ്ടത്. ഒന്ന്, കാനഡയിലെ രാഷ്ട്രീയ മാറ്റം ഇന്ത്യയെ എങ്ങനെ ബാധിക്കും. രണ്ട്, നാട്ടിൽ നിന്ന് പുറപ്പെട്ടു പോകുന്ന മലയാളികളെ ഈ തീരുമാനം എത്രത്തോളം ബാധിക്കാം. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ നമ്മോടൊപ്പം അതിഥിയായിരുന്നു ശ്രീ കോന്നി ഗോപകുമാർ. വെൽക്കം സർ, വെൽക്കം ടു ഇന്റർവ്യൂ. ആദ്യം മലയാളികളുടെ കാര്യം പറഞ്ഞ് തന്നെ തുടങ്ങാം സർ. നാട്ടിലിപ്പോൾ മൈഗ്രേഷൻ വളരെയധികം കൂടി വരികയാണ്. അതായത് മലയാളി ചെറുപ്പക്കാരെല്ലാം കാനഡയിലോട്ട് പോകാൻ വ്യഗ്രത കാട്ടിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ആ വ്യഗ്രത കൂടിക്കൊണ്ട് വരുന്ന ഒരു സമകാലിക സാഹചര്യത്തിൽ അവിടെ ഒരു രാഷ്ട്രീയ മാറ്റം സംഭവിച്ചിരിക്കുകയാണ്. ഇത് മലയാളികളെ എങ്ങനെ ബാധിക്കും? കാനഡയിൽ കുടിയേറ്റക്കാർക്ക് അനുകൂലമായ നിലപാടുള്ള ആളാണ് ജസ്റ്റിൻ ട്രൂഡോ. അതുകൊണ്ട് കാനഡയുടെ വാതിലുകൾ കുടിയേറ്റക്കാർക്ക് തുറന്നു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ധാരാളം കുട്ടികൾ അവിടെ പോകുന്നുണ്ട് വിദ്യാഭ്യാസത്തിനായിട്ട്. താരതമ്യേന നല്ല വിദ്യാഭ്യാസമാണ് കാനഡയിൽ കിട്ടുന്നത്. അതുകൊണ്ട് കുട്ടികൾക്കിടെ മൈഗ്രേഷൻ, നമ്മുടെ കുട്ടികൾ അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നത് കൊണ്ട് കനേഡിയൻ എക്കണോമിയെ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യാൻ ഈ മൈഗ്രേഷൻ സഹായിച്ചിട്ടുണ്ട്. അവിടെ ഒരു കാര്യം, ഇപ്പോൾ ജസ്റ്റിൻ ട്രൂഡോയ്ക്കെതിരെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നയസമീപനങ്ങൾക്കെതിരെയുള്ള ഒരു ജനങ്ങളുടെ വികാരമാണ് അദ്ദേഹത്തിൻ്റെ ജനപ്രീതി ഇടിയാനുള്ള ഒരു കാരണം. അദ്ദേഹത്തിൻ്റെ നയസമീപനങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ മൈഗ്രേഷൻ, അതായത് അനധികൃതമായ അല്ലെങ്കിൽ അനിയന്ത്രിതമായ മൈഗ്രേഷന് അദ്ദേഹം വളം വെച്ച് കൊടുക്കുന്നു എന്നുള്ളതാണ് പ്രധാന ആക്ഷേപങ്ങളിലൊന്ന്. അപ്പോൾ ഇനിയൊരു പുതിയ സർക്കാർ അവിടെ വന്നു കഴിയുമ്പോൾ ഇപ്പോൾ ജസ്റ്റിൻ ട്രൂഡോ കൈക്കൊണ്ടിരുന്ന നിലപാടിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ളൊരു സമീപനം കൈക്കൊള്ളുകയാണ് എന്നുണ്ടെങ്കിൽ നിലവിൽ പോയവർക്ക്, ഭാവിയിൽ പോകുന്നവർക്ക് ചിലപ്പോൾ ഒരുപക്ഷെ തടസ്സങ്ങൾ ഉണ്ടായേക്കാം, പക്ഷേ നിലവിൽ പോയവർക്ക് എന്തെങ്കിലും തിരിച്ചടി ഉണ്ടാകുമോ എന്നുള്ളതാണ് ആൾക്കാരെ, എസ്പെഷ്യലി മലയാളികളെ ചിന്തിക്കുന്നൊരു ചോദ്യം. ഈ മൈഗ്രേഷന് പൂർണ്ണമായിട്ട് ഒരു ഗവൺമെൻറ്റിനും തടയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ കാനഡയിൽ പോപ്പുലേഷൻ വളരെ കുറവാണ്, ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അത് വളരെ ഫലപ്രദമായിട്ട് വിനിയോഗിക്കണമെങ്കിൽ കുടിയേറ്റക്കാരുണ്ടെങ്കിലേ മതിയാവുള്ളൂ. ഇപ്പോൾ കേരളത്തിലേക്ക് തൊഴിലാളികൾ ബംഗാളിൽ നിന്ന് വരുന്നു, അത് തടയാൻ പറ്റില്ല. കാരണം കേരളത്തിൽ തൊഴിലവസരമുണ്ട്, അതുകൊണ്ടാണ് അവർ വരുന്നത്. എന്ന് പറഞ്ഞാൽ കുടിയേറ്റക്കാർക്ക് തീർച്ചയായിട്ടും കാനഡയിൽ അവസരങ്ങളുണ്ടാകും. ചില റെസ്ട്രിക്ഷൻസൊക്കെ ഏർപ്പെടുത്താനാണ് സാധ്യത. റെസ്ട്രിക്ഷൻസ് വന്നാലും നമ്മുടെ ഇന്ത്യക്കാരെയും മലയാളികളെയും കാര്യമായി അത് പ്രതികൂലമായി ബാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. പോയി പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക്, അവിടെ സമർത്ഥരായ ആളുകൾക്ക് അവിടെ സെറ്റിൽ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. പിന്നെ അവിടുത്തെ എക്സ്ട്രീം ക്ലൈമറ്റാണ്, ഇങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് കാനഡയിൽ ഉണ്ടാകുന്ന പ്രശ്നം നമ്മുടെ കുട്ടികളെ ബാധിക്കില്ല, പ്രതികൂലമായി കാര്യമായിട്ട് ബാധിക്കാനുള്ള സാധ്യതയില്ല. മനസ്സിലായി. ഇപ്പോൾ അത് ഇന്ത്യൻ ഒരു മലയാളി പ്രോസ്പെക്റ്റിൽ ഉള്ള കാര്യങ്ങൾ താങ്കൾ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഒരു രാഷ്ട്രം എന്നുള്ള നിലയിൽ ഇന്ത്യയെ ഇതെങ്ങനെയൊക്കെ ബാധിക്കാം? ഇന്ത്യയും കാനഡയും തമ്മിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നയതന്ത്ര ബന്ധം അത്ര ഊഷ്മളമൊന്നും ആയിരുന്നില്ല. ഇപ്പോൾ ട്രൂഡോ രാജിവെച്ച സാഹചര്യത്തിൽ എന്തായിരിക്കാം രാഷ്ട്രത്തിൻ്റെ ഭാവി? അതായത് ജസ്റ്റിൻ ട്രൂഡോയെ നമ്മളൊന്ന് പഠിച്ചാലേ ഈ പാശ്ചാത്യ രാജ്യങ്ങളിലെ പല നേതാക്കന്മാർക്കും ഒരു 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 ആംഗ്ലോ സാക്സൺ സൂപ്പർമസി അവരുടെ മനസ്സിലുണ്ട്. അത് ചില അമേരിക്കൻ പ്രസിഡന്റുമാർക്കുണ്ടായിരുന്നു. റിച്ചാർഡ് നിക്സൺ അത് നന്നായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഇന്ദിരാഗാന്ധിയോടെ വളരെ മോശമായിട്ട് പെരുമാറിയത്. ബിൽ ക്ലിൻ്റൺ ഉണ്ടായിരുന്നു, എന്നാൽ ബറാക്ക് ഒബാമയ്ക്ക് അത് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ട്രംപ് അനുഭവത്തിൽ നിന്ന് പഠിച്ചത് പ്രായോഗികമല്ല. ഇപ്പോൾ ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് ഇന്ത്യക്കാരെയൊക്കെ പ്രത്യേകിച്ച് ഏഷ്യക്കാരെ ഇന്ത്യക്കാരെ ഒരു രണ്ടാം കിട പൗരന്മാരായിട്ടാണ് ട്രൂഡോ കണ്ടിരുന്നത്. ട്രൂഡോ വലിയ ഒരു കുടുംബത്തിൽ നിന്ന് വന്ന ആളാണ്. ഇന്ത്യയിലെ നെഹ്റു കുടുംബം പോലെ പീറി ട്രൂഡോയുടെ മകനാണ്, അധ്യാപകനായിരുന്നു, വലിയ സ്വാധീനമുള്ള ഫാമിലിയാണ് അദ്ദേഹത്തിൻ്റേത്. 2008 MP ആയിട്ട് വന്ന ആളാണ്. 2015 ലിബറൽ പാർട്ടിയുടെ നേതാവായി, പ്രൈം മിനിസ്റ്ററായി. ഇതൊക്കെയാണ് വളരെ ഒരു ഹൈഫൈ ഫാമിലി എന്നൊക്കെ വന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം നോക്കിയപ്പോഴേ നരേന്ദ്രമോദി ഒരുപാട് ദരിദ്രരുള്ള രാജ്യമാണ്, പാവപ്പെട്ടവരുടെ രാജ്യമാണ്. പിന്നെ ഈ ആംഗ്ലോ സാക്സൺസുമായിട്ടൊന്നും നമുക്ക് പിടിച്ച് നിൽക്കാൻ പറ്റില്ലെന്നായിരുന്നല്ലോ അദ്ദേഹത്തിൻ്റെ ധാരണ. പിന്നെ അദ്ദേഹം വളരെ പൂർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന്, ചായക്കടക്കാരനായിരുന്നു, അദ്ദേഹത്തിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളാണ്. അതുകൊണ്ട് ഈ ഒരു സൂപ്പർമസി ഇയാൾക്കുണ്ടായിരുന്നത് കൊണ്ട് 2015 നരേന്ദ്രമോദി കാനഡ സന്ദർശിക്കാനായിട്ട് ചെന്നവിടെ. പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രി അർഹിക്കുന്ന ഒരു സ്വീകരണം അവിടെ കിട്ടിയില്ല. അതേസമയം അമേരിക്കയിൽ നല്ല ഫ്ലൈയിങ് കളേഴ്സിലോട് കൂടിയാണ് മോഡി അദ്ദേഹത്തിന് അമേരിക്കൻ പര്യടനം പൂർത്തിയാക്കുന്നത്. അമേരിക്ക വലിയ ചലനമുണ്ടായി. പക്ഷെ കാനഡയിൽ ഗവൺമെൻറ് ഈ വിസിറ്റിനെ അത്ര കാര്യമായിട്ട് അവരങ്ങോട്ട് എടുത്തില്ല. പക്ഷേ വിസിറ്റ് പരാജയപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. 2015 കാനഡയിൽ ചെന്നപ്പോഴേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അന്നൊരു ഇൻഡോ കനേഡിയൻ എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു. അതിൽ 7 ദശലക്ഷം പൗണ്ട്
യുറേനിയം നമുക്ക് തരാമെന്ന് കാനഡ സമ്മതിച്ചു. അപ്പം നമ്മുടെ ആണവോർജ രംഗത്ത് ഇന്ത്യക്ക് വലിയ കരുത്ത് പകരുന്ന ഒരു തീരുമാനമായിരുന്നു കാനഡ കൈക്കൊണ്ടത്. അത് ആ ഭാഗത്തിൽ നരേന്ദ്രമോദിയുടെ വിസിറ്റ് വിജയമായിരുന്നു എന്ന് പറയാനാണ് ഞാൻ ഈ പറയുന്നത്, ഈ യുറേനിയം നമുക്ക് കിട്ടിയെന്നുള്ളത്. പക്ഷേ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർക്ക് അവരെ ഒരു ഗൗരവമായ ഒരു അക്സെപ്റ്റൻസ് കൊടുത്തില്ല. അത് അദ്ദേഹത്തിനെ വളരെ ഷൂടാണല്ലോ മോഡി, അദ്ദേഹത്തിനെ അത് വല്ലാതെ മുറിവേൽപ്പിച്ച ഒരു കാര്യമാണ്. അമേരിക്ക സ്വീകരിച്ച ഒരാളിനെ കാനഡ, മോദിയെ ഒരിക്കലും മോദി എന്നുള്ള നിലയിൽ അദ്ദേഹം കാണുന്നത്, അത് ഇന്ത്യയുടെ പ്രതിയായിട്ടാണ് തോന്നുന്നത്, ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ, അല്ലാതെ മോദി അദ്ദേഹം സ്വയം അങ്ങനെ വലിയ ആളാൻ സങ്കല്പിക്കുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതിന് നമ്മുടെ ഒരു പ്രതികരണം ഉണ്ടായി 2018 ജസ്റ്റിൻ ട്രൂഡോ ഇവിടെ വന്ന് അഹമ്മദാബാദ്, അമൃത്സർ, മുംബൈ, ദില്ലി ഇവിടെയൊക്കെ ഫാമിലിയായിട്ട് തന്നെ അദ്ദേഹം പോയി. ഇവിടെ വന്ന് 2-4 ദിവസം ട്രൂഡോ ഇവിടെ ഉണ്ടായിരുന്നു. നരേന്ദ്രമോദി അവിടെ എങ്ങനെ ട്രൂഡോ സ്വീകരിച്ചോ അതേ തണുത്ത സ്വീകരണമാണ് ട്രൂഡോയ്ക്ക് ഇവിടെ കിട്ടിയത്. അപ്പം കാനഡയിലെ പ്രധാനമന്ത്രി വലിയ ആളാണെന്നൊക്കെ പറഞ്ഞ് ഇവിടെ വന്നാൽ നമ്മളോട് എങ്ങനെ ഇങ്ങോട്ട് പെരുമാറുന്നു ആ പെരുമാറ്റമേ തിരിച്ചു കിട്ടൂ എന്നുള്ളത് ട്രൂഡോയ്ക്ക് ബോധ്യപ്പെട്ടു. തന്നെയല്ല, കനഡിയൻ പത്രങ്ങൾ എഴുതി നരേന്ദ്രമോദി ട്രൂഡോയെ കാര്യമായിട്ടൊന്നും ശ്രദ്ധിക്കുന്നില്ല, ഇങ്ങനെ ചെയ്യുമ്പോൾ അവിടെ കറങ്ങി നടക്കുകയാണ്, ഇന്ത്യക്കാർ ഈ വിസിറ്റിനെ ഗൗരവമായിട്ട് എടുത്തിട്ടില്ല എന്ന് വലിയ കടുത്ത വിമർശനമുണ്ടായി. അതോടുകൂടി ട്രൂഡോ മോഡിക്കെതിരെയുള്ള നിലപാട് ഘടിപ്പിച്ചു. അപ്പോൾ അങ്ങനെ അദ്ദേഹം ചില കാര്യങ്ങൾ 2020 നമ്മുടെ കർഷക സമരം നടന്നപ്പോഴേ, ഇന്ത്യ കർഷക സമരം നടക്കുന്ന ട്രൂഡോയുമായിട്ട് ബന്ധം എന്താ? അപ്പോൾ ട്രൂഡോ അതിനൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. അതിലൊരു പക്ഷേ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെ സ്വാധീനവും കാണുമെന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെ ആരുടെ കാശ് കിട്ടിയാലും വാങ്ങിക്കുന്ന പ്രതിപക്ഷം നമുക്ക് ഇന്ത്യയിലുണ്ടല്ലോ, പ്രത്യേകിച്ച് നമ്മുടെ നെഹ്റു ഫാമിലി. അതുകൊണ്ട് ആ പ്രശ്നമൊന്നുമില്ലല്ലോ, ആരെയും നമുക്കിവിടെ അതിന് വില കൊടുത്താൽ കിട്ടുന്ന ആളേ ഉള്ളല്ലോ. ആര് പറഞ്ഞാലും അത് പറയാനായിട്ട് ഈ നമ്മുടെ രാഹുൽ ഗാന്ധി ഇങ്ങനെ നിൽക്കുകയല്ലേ. എന്തായാലും ഇത് രാഹുൽ ഗാന്ധിക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ, മോദിയെ തകർക്കുക. അതാണല്ല അങ്ങേർക്ക് വേറെ ലക്ഷ്യമില്ല, അങ്ങേർക്ക് പ്രൈം മിനിസ്റ്റർ വാങ്ങണം. പിന്നെ സോണിയാഗാന്ധി സുപ്രധാന സ്ഥാനത്ത് വരണം. ഇതിലെല്ലാപ്പുറത്ത് വേറെ അജണ്ട അവിടെ ഇല്ല. അപ്പോൾ ഇതിനൊക്കെ അനുകൂലമായിരുന്നു. അപ്പോൾ ഈ കർഷക സമരം എടുത്തൊന്ന് ഇന്ത്യയെ ചെറുതാക്കാമെന്ന് ധരിച്ചു. വളരെ കർശനമായ മുന്നറിയിപ്പ് കൊടുത്തു, ഇത് ശരിയല്ല എന്ന് പറഞ്ഞു. ഇന്ത്യയുടെ കാര്യത്തിലൊന്നും വേണ്ട, വെള്ളത്തിലൊന്നും അധികം ഇങ്ങോട്ട് വേണ്ട, മര്യാദയ്ക്ക് ഇരുന്നാൽ മതി എന്ന്. അങ്ങനെ ഇരുന്നപ്പോഴാണ് 2022 23 നിജ്ജാറിൻ്റെ വധം വന്നത്. അയാൾ UK വെച്ചാണ് മരിച്ചുപോയത്. അത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഗൂഢപദ്ധതിയായിട്ടാണ് നിജ്ജാറിനെ, ഖാലിസ്ഥാൻവാദിയായിരുന്നു നിജ്ജാറിനെ കൊന്നതെന്നും അതിന് മോദിയും അമിത്ഷായും എല്ലാവരും പിന്നെ ഉത്തരവാദികളാണെന്നുള്ള മട്ടിൽ ട്രൂഡോ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി. നമ്മൾ ശക്തമായിട്ട് പ്രതിഷേധിച്ചു. നമ്മൾ പറഞ്ഞ് തെളിവ് തരാൻ പറഞ്ഞു. അപ്പോൾ ശരിക്കും ട്രൂഡോ കൊണ്ടുവന്നൊരു ട്രാപ്പായിരുന്നു. ഒരു കനേഡിയൻ പൗരൻ വധിക്കപ്പെട്ടു, അതിൻ്റെ പിന്നിൽ ഇന്ത്യക്കാരാണ് എന്ന് കനേഡിയൻ പ്രൈം മിനിസ്റ്റർ വിശ്വസിക്കുന്നു. അപ്പോൾ അത് അദ്ദേഹം അമേരിക്കയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷേ അമേരിക്കൻ ഭരണകൂടം പറഞ്ഞത് അങ്ങനെ ഒന്നുണ്ടെങ്കിൽ കാനഡക്കാരൻ്റെ സംശയം നമ്മൾ തീർത്തു കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞു, കാനഡക്കാരൻ്റെ സംശയം തീർക്കാൻ ഞങ്ങളുടെ പണിയല്ല, അത് താൻ പോയി ചെയ്താൽ മതി. അത് തള്ളിക്കളഞ്ഞു. പിന്നെ അദ്ദേഹം ശ്രമിച്ചതെന്ന് വെച്ചാൽ ഓസ്ട്രേലിയയും പിന്നെ അമേരിക്കയും ജപ്പാനെയും ഇവരെല്ലാം കൂട്ടുപിടിച്ച് മോദിക്കെതിരെ ഒരു മൂവ്മെൻറ്റ് നടത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓസ്ട്രേലിയ ചെന്നപ്പോൾ അവർ പറഞ്ഞു, സംഗതി കൊള്ളാം, പക്ഷേ ഞങ്ങൾ ഈ കൂട്ടത്തിലില്ല എന്ന് പറഞ്ഞു. മറ്റ് പല രാജ്യങ്ങളിൽ ചെന്നപ്പോൾ അദ്ദേഹം വിചാരിച്ചു ഒരു സ്വീകരണവും കിട്ടിയില്ല. അപ്പോൾ ട്രൂഡോ ശരിക്കും ഒറ്റപ്പെട്ടു. അപ്പോൾ ട്രൂഡോ ലക്ഷ്യമാക്കിയത് നരേന്ദ്രമോദിയാണ്. ആ ലക്ഷ്യം ട്രൂഡോയുടെ പരാജയപ്പെട്ടു. ഇപ്പോൾ അവസാനം 2024 നവംബറിൽ അതൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. അഴിമതിക്കാരായ ഏതോ ചില ഉദ്യോഗസ്ഥന്മാർ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർക്കെതിരെ അദ്ദേഹം അത് പറയേണ്ടി വന്നത്. അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ് ഞാൻ ഈ പറയുന്നത്. അഴിമതിക്കാരായ ഉദ്യോഗസ്ഥന്മാർ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർക്കെതിരെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു എന്ന് അദ്ദേഹം പറഞ്ഞതിൻ്റെ കാര്യം ട്രൂഡോയുടെ ജനപിന്തുണ പരിപൂർണമായിട്ട് തകർന്നു. അവിടെ ഈ സിഖ് ഭീകരന്മാരെ, ഖാലിസ്ഥാൻവാദികളെ ഇദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. പേരി ട്രൂഡോയുടെയും പോളിസി അതായിരുന്നു, ഈ ഖാലിസ്ഥാൻകാരെ പ്രോത്സാഹിപ്പിച്ച് ഇന്ത്യയെ ദുർബലമാക്കുക എന്നുള്ളതാണ്. അതൊരു ആംഗ്ലോ സാക്സൺ അല്ലെങ്കിൽ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെ ഒരു പരിപാടിയുടെ ഭാഗമാണ് ഈ കാണുന്നതൊക്കെ. പക്ഷേ അന്നത് നടക്കുമായിരുന്നു. ഇന്നിവിടെ സംഭവിച്ചെന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ അവർ ഭീകരന്മാരെ, ഖാലിസ്ഥാൻ ഭീകരന്മാരെ അവിടെ പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങി. ഇവിടെ ഖാലിസ്ഥാൻ ഭീകരന് പഞ്ചാബിൽ സ്ഥലമുണ്ടല്ലോ, ആ സ്ഥലമൊക്കെ ഗവൺമെൻറ് കണ്ടുകെട്ടി. നീ കാനഡ എന്നുണ്ടോ, നീ ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഭീകരൻ ഇങ്ങോട്ട് വരാനൊക്കാതായി. ഇനി അവിടെ കാനഡയിൽ താമസിക്കുന്ന ഖാലിസ്ഥാൻ ഭീകരവാദി ഉണ്ടല്ലോ, അതിന് സംശയം അധികം താമസിക്കാതെ കാനഡയിലെ വാൻകൂറിലോ അല്ലെങ്കിൽ ടൊറോണ്ടോയിലോ അവരുടെ പ്രദേശമായിട്ട്, അവരാണ് അവിടെ കൂടുതലുള്ളത്, 8 ലക്ഷം
പിന്നെ പോപ്പുലേഷൻ ഉണ്ട്, 2%. കാനഡിയൻ പോപ്പുലേഷൻ 2% സിക്കുകാരാണ്. ഞങ്ങൾക്ക് പ്രത്യേകിച്ചൊരു ഖാലിസ്ഥാൻ ഇന്ത്യയെ കിട്ടത്തില്ല, അതുകൊണ്ടൊരു കാര്യം ചെയ്തു, ഖാലിസ്ഥാൻ പോലെ ഞാൻ കാനഡയിൽ തന്നേര് എന്നവർ പറയാൻ അധികം കാലം വരത്തില്ല, ഒരു വിത്തിൻ 10 years അത് വരും. അപ്പം ഇത് പൊളിറ്റിക്സിൽ അവിടുത്തെ രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്നവർക്ക് ഇതിൻ്റെ ഗൗരവം മനസ്സിലായി. അതുകൊണ്ടാണ് ഈ കുടിയേറ്റം നിയന്ത്രിക്കണമെന്ന് അവർ പറഞ്ഞതിൻ്റെ കാര്യം ഈ ഖാലിസ്ഥാൻ വാദമാണ് ഒരു കാരണം. അപ്പോൾ ട്രൂഡോയുടെ ഒരു പോപ്പുലാരിറ്റി പരിപൂർണമായിട്ട് വീണെന്ന് മാത്രമല്ല, എസ്എൻസി ലെവലിൽ, നമ്മുടെ എസ്എൻസി ലെവലിൽ അവരുമായിട്ട് ട്രൂഡോയുടെ വേറെ ചില കോൺട്രാക്റ്റുകൾ, വി ചാരിറ്റി എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനമുണ്ട്, അതിൽ ട്രൂഡോയുടെ കുടുംബാംഗങ്ങൾ അവിഹിതമായി ഇടപെട്ട കാര്യം. പിന്നെ അദ്ദേഹം തന്നെ ഡ്രഗിന് അഡിക്റ്റ് ആണെന്നാണ് പറയുന്നത്, അതെനിക്കറിയില്ല. പക്ഷേ എന്തായാലും ശരി, ട്രൂഡോ അധികാരത്തിൽ വന്നപ്പോൾ 2015 ആദ്യം ചെയ്തത് ഈ മാരിജുവാനയുടെ നമ്മുടെ ഇതിൻ്റെ കഞ്ചാവിൻ്റെ ഉപയോഗം നിയമാനുസൃതമാക്കി, എല്ലാവരും കഞ്ചാവ് അടിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ കഞ്ചാവിനോട് താല്പര്യമുള്ള ആളാണ്. ഈ 2023 അദ്ദേഹം വന്നായിരുന്നല്ലോ G20, അന്ന് വിമാനത്തെ കിടക്കുകയായിരുന്നു കഞ്ചാവ് അടിച്ചെന്നാണ് പറയുന്നത്. എന്തായാലും ശരി, ട്രൂഡോയുടെ പോപ്പുലാരിറ്റി നരേന്ദ്രമോദിയോട് ഏറ്റുമുട്ടി, അതാണ് കാരണം. അദ്ദേഹം പരിപൂർണമായി തകർന്നുപോയി. മോദിയോട് ചൊറിയാൻ നിന്നു, പണി കിട്ടി. മോദിയോട് ചൊറിയാൻ നിന്നവർക്കെല്ലാം പണി കിട്ടിയിട്ടുണ്ട്. അനീഷ് ഒന്ന് പരിശോധിച്ച് നോക്കിയിട്ട് ലോക നേതാക്കന്മാരാരും മോഡിയെ ചൊറിയാൻ പോയിട്ടുണ്ടോ? അവർക്കൊക്കെ പണി കിട്ടിയിട്ടുണ്ട്. ചൈന ആദ്യത്തെ ഉദാഹരണം ചൈനയാണ്. അമേരിക്ക ഈ ട്രംപ് ഇന്ത്യയെ അംഗീകരിക്കാനും മോദിയെ പിന്നെ ആദരിക്കാനും പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചാൽ മോദി ചൈനയ്ക്കെതിരെ എടുത്തൊരു നിലപാടാണ്. ഇവിടെ ഷീ ജിൻപിങ് വളരെ 2 പ്രാവശ്യം ഷീ ജിൻപിങ് ഇവിടെ വന്നു. ഒരു പ്രാവശ്യം പിന്നെ തമിഴ്നാട്ടിൽ വന്നു, മഹാബലിപുരത്ത് വന്നു, പിന്നെ പ്രാവശ്യം ഗുജറാത്തിൽ വന്നു. വലിയ രാജോചിതമായ സ്വീകരണമൊക്കെയാണ് അദ്ദേഹത്തിന് കൊടുത്തത്. പണ്ടും അങ്ങനെയായിരുന്നു. ചൗവൻലായി ഇവിടെ വന്നു, വലിയ സ്വീകരണം അദ്ദേഹത്തിന് കൊടുത്തു. 59 ഇന്ത്യ സന്ദർശിച്ചു, നേരെ തിരിച്ചുപോയി 62 ഇന്ത്യ ആക്രമിച്ചു. ചൈനക്കാരുടെ സ്റ്റൈലാണത്. അപ്പോൾ ഷീ ജിൻപിങ് വിചാരിച്ചത് പണ്ട് ഈ ചൗവൻലായുടെ കാലത്ത്, നെഹ്റുവിൻ്റെ കാലത്തെ ഇന്ത്യയാണ് എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ധാരണ. അദ്ദേഹം പാവമാണ് എന്ന് ധരിച്ചു വെച്ചു. അപ്പോൾ അത് ഷീ ജിൻപിങ് ആദ്യം ചൊറിഞ്ഞത് ഈ റോഡ് ബെൽറ്റ് ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമായിട്ട് ചൈന നിർമ്മിച്ച റോഡ് ഡോക്ലാമിൽ വന്നപ്പോൾ നിന്നുപോയി. ഡോക്ലാം ഇന്ത്യയുടെയും ചൈനയുടെയും ഭൂട്ടാൻ്റെയും കൂടെ അതിർത്തിയിലുള്ള സ്ഥലമാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഭൂട്ടാൻ്റെയാണ്. പക്ഷേ ഭൂട്ടാൻ്റെ ഡിഫൻസ് നമുക്കാണല്ലോ, ഇവിടെ വെട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ചൈന പറഞ്ഞ് ഞങ്ങളുടെ സൈന്യം ഇപ്പോൾ വരും, വന്നാൽ വിവരമറിയും, അതുകൊണ്ട് ഞങ്ങളുടെ ഈ റോഡ് നിർമ്മിക്കാനുള്ള ഉപകരണങ്ങൾ കടന്നുപോയി റോഡ് വെട്ടാൻ അനുവദിക്കുന്നതാണ് ഇന്ത്യക്ക് നല്ലതെന്ന് പറഞ്ഞു. ചൈനയുടെ ഒരു പ്രസിദ്ധീകരണമുണ്ട്, ഇത് ഗ്ലോബൽ ടൈംസ്, ഇംഗ്ലീഷിലുള്ളതാണ്. ഗ്ലോബൽ ടൈംസിൽ എഡിറ്റോറിയൽ എഴുതത് മുട്ട വന്ന് പാറയെ മുട്ടുന്ന അനുഭവമായിരിക്കും ഇന്ത്യ ചൈനയുമായി ഏറ്റുമുട്ടിയാൽ, അതുകൊണ്ട് 48 മണിക്കൂറിനകം ഇന്ത്യ പിന്മാറിക്കണമെന്ന് പറഞ്ഞ് മുന്നറിയിപ്പ് വന്നു. ഈ 48 മണിക്കൂറിൻ്റെ അന്ത്യശാസനം നിൽക്കുമ്പോഴാണ് നരേന്ദ്രമോദി നേരെ ഇസ്രായേലിലേക്ക് പോകുന്നത്. വളരെ വ്യക്തമാണല്ലോ സന്ദേശം. നിൻ്റെ അന്ത്യശാസനത്തിന് കാശിൻ്റെ വില ഞങ്ങൾ കൊടുക്കുന്നില്ലാണ്. മോദിയോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മോദി പറഞ്ഞു അതിർത്തി കാക്കുന്നത് പ്രൈം മിനിസ്റ്റർ അല്ല, ഇന്ത്യൻ അതിർത്തി കാക്കാൻ പട്ടാളമുണ്ട്. ഇന്ത്യ അതിർത്തി കടന്ന് ചെന്നാൽ എന്താ ചെയ്യേണ്ടതെന്ന് പട്ടാളത്തിന് അറിയാം. അതുകൊണ്ട് പ്രധാനമന്ത്രിയൊന്നും വേണ്ട, അതവർ ചെയ്തോളും. ഇന്ത്യൻ പട്ടാളം സുരക്ഷിതമാണ്, സുശിക്ഷിതമാണ്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പരിപാടികളൊന്നും നടക്കില്ല എന്ന് പറഞ്ഞു പോയി. അവിടെ റോഡ് പണി നിർത്തിവെച്ചു. രണ്ടാമത് പാങ്കോങ് തടാകത്തിൻ്റെ തീരത്ത് വീണ്ടും അവർ ഏറ്റുമുട്ടി. നമ്മുടെ 20 പട്ടാളക്കാരെ അവർ കൊന്നു, ഒരു മേജറേയും കൊന്നു. അതായത് അവിടെ ഈ നോമാൻസ് ലാൻഡ്, നമ്മുടെ പിന്നെ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ ഉണ്ട്, അവിടെ റോന്തി വിറ്റുമ്പോഴേ ആയുധങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല, ആയുധങ്ങൾ കൊണ്ടു നടക്കാൻ പാടില്ല എന്നാണ് ചൈനയുടെയും നമ്മളുടെ എഗ്രിമെൻറ്റ്. കാരണം സംഘർഷം ഉണ്ടാകാതിരിക്കാനാണ്. ഇവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ, ചൈനീസ് പട്ടാളക്കാരെന്താണെന്ന് വെച്ചാൽ ഹോക്കി ബാറ്റിൽ ആണി തറച്ച് കൊണ്ടുവന്നിട്ട് അടിച്ചു. നമ്മുടെ പട്ടാളക്കാരെ അടിച്ചു കൊന്നു. 40 പേരെ ക്രൂരമായിട്ട്. ചൈനക്കാർ വളരെ ക്രൂരന്മാരാണ്, അടിച്ചു കൊല്ലുക ചെയ്തത്. അപ്പോഴാണ് നമുക്ക് ഘാതക് റെജിമെൻ്റ് നമ്മുടെ റെജിമെൻ്റ് ഉണ്ടെന്ന് അറിഞ്ഞത്. നമ്മുടെ റെജിമെൻറ്റ് ചെന്നെന്ന് മാത്രമല്ല അവരുടെയിലും ആയുധമില്ലായിരുന്നു. പക്ഷേ ഈ കരാട്ടയും കുങ്ഫും ഇതൊക്കെ പഠിച്ച ആളുകളാണ് ചെന്നത്. അവർ 100-120 ചൈനക്കാരനെ അടിച്ചു കൊന്നു, കൈ കൊണ്ട് അടിച്ചു കൊന്നു. അടിച്ചു കൊന്നു കഴിഞ്ഞപ്പോഴേ അവർക്ക് മനസ്സിലായി, പിന്നെ അവർക്ക് മുന്നേ യുദ്ധമേ ഉള്ളൂ, അല്ല ചൈനയ്ക്ക് വേറെ മാർഗ്ഗമില്ല. 120-140 ചൈനക്കാരൻ ചത്താൽ പിന്നെ യുദ്ധമല്ല വേറെ എന്ത് ചെയ്യാനൊക്കും. അപ്പോൾ പറഞ്ഞു ഇന്ത്യ ശക്തമാണ്, ഇന്ത്യ സുശക്തമാണ്. അപ്പം നമ്മുടെ പിന്നെ പ്രതിരോധ മന്ത്രിയോടെ ചോദിച്ചു, ഇങ്ങനെ സംഘർഷമുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ വളരെ രസകരമായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. ഇന്ത്യൻ അതിർത്തി കടന്ന് ഇന്ത്യൻ അതിർത്തിയിലേക്ക് പ്രവേശിക്കാൻ വരുന്നവൻ ആരായാലും ശരി, അവനെ വെടിവെക്കാൻ എന്തിനാണ് ഡൽഹിയിൽ നിന്ന് ഉത്തരവെന്ന് ചോദിച്ചു. പണ്ട് അങ്ങനെ അല്ലായിരുന്നു. പണ്ട് പട്ടാളക്കാരന് തോക്ക് ഉപയോഗിക്കാൻ പറ്റില്ലായിരുന്നു. കാശ്മീരിലെ ഭീകരന്മാർക്ക് എസ്കോട്ട് കൊടുക്കുന്ന പണിയായിരുന്നു നമ്മുടെ കോൺഗ്രസ്സുകാർ ഭരിച്ചുകൊണ്ടിരുന്ന പരിസ്ഥിതി. ആ പണി നടക്കില്ല എന്ന് മനസ്സിലായി. പിന്നെ ഷീ ജിൻപിങ്ങിൻ്റെ മുന്നിൽ ഒരു മാർഗ്ഗമേ ഉണ്ടായിരുന്നുള്ളൂ, നമ്മളുമായിട്ട് സമരസപ്പെട്ടു പോവുക. അതിനു മുമ്പ് റഷ്യയിൽ വെച്ച് അവരുടെ വിദേശകാര്യ മന്ത്രിയും നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കറുമായിട്ട് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു,
അത് ഇന്ത്യയുമായിട്ടുള്ള ധാരണയിൽ പോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ജയശങ്കർ പറഞ്ഞ പ്രസിദ്ധമായൊരു മറുപടിയുണ്ട്. പറയുന്ന വാക്കിൽ ഉറച്ചു നിൽക്കാത്ത ഒരു ഭരണകൂടത്തിന് ഞങ്ങളെങ്ങനെ വിശ്വസിക്കുന്നതെന്ന്. അതിലുള്ള നയതന്ത്രത്തിലെ ഭാഷയാണ്, വളരെ പോളിഷ്ഡാണ്. അപ്പോൾ അവർ പറഞ്ഞു ഇന്ത്യ വഴങ്ങില്ല എന്ന്. അങ്ങനെ ഷീ ജിൻപിങ് നരേന്ദ്രമോദിയുടെ മുന്നിൽ സറണ്ടർ ചെയ്തപ്പോഴാണ് ട്രംപിന് മനസ്സിലായത് ഇത് കുഞ്ഞുപുള്ളിയല്ല, അങ്ങേരുടെ രാജ്യത്തിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പോകുന്നില്ല. ഇന്ത്യ നശിപ്പിച്ച് ഈ ലോകം മുഴുവൻ നിലനിൽക്കാൻ ശ്രമിച്ചാൽ നടക്കില്ല. ലോകം മുഴുവൻ നശിച്ചാലും ഇന്ത്യ നിലനിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രൈം മിനിസ്റ്ററാണ് അവിടെ ഉള്ളത്. ഒരു സെൻറ്റ് സ്ഥലം പോലും അവിടെ നിന്നും കിട്ടില്ല. ഷീ ജിൻപിങ് പരാജയപ്പെട്ടു. ഷീ ജിൻപിങ് പരാജയം സംബന്ധിച്ച് അതാണ് സത്യം. മോഡി ആദ്യം വന്നപ്പോഴേ അദ്ദേഹം അന്ന് താലിബാൻ വന്നിട്ടില്ല അഫ്ഗാനിസ്ഥാനിൽ. അഫ്ഗാനിസ്ഥാനിൽ പോയ മോഡി നേരെ പാകിസ്ഥാനിൽ വന്നു. നവാസ് ഷെരീഫിൻ്റെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തു. ഒരു മുന്നറിയിപ്പില്ലാതാണ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ വന്ന് അവിടെ ഇറങ്ങുന്നത്. ചെന്നു അദ്ദേഹം ഒരു കേർട്സി കാണിച്ചാണ് പാകിസ്ഥാനുമായിട്ട് സൗഹൃദത്തിപ്പാനുള്ളത്. നവാസ് ഷെരീഫ് എന്താ ചെയ്തത്? നവാസ് ഷെരീഫ് പിന്നെയും കാശ്മീരിൽ വന്ന് ചൊറിയാൻ നിന്നു. ഇന്ന് നവാസ് ഷെരീഫ് ഇവിടാണ്. അതിനുശേഷം ഇമ്രാൻഖാൻ വന്നു. ഇമ്രാൻഖാൻ ഇവിടാണ്. അമേരിക്കയിൽ ട്രംപ് മാറി ബൈഡൻ വന്നു. ബൈഡൻ്റെ വൈസ് പ്രസിഡൻ്റ് ആയിരുന്നു കമല ഹാരിസ്. അവർ ഇന്ത്യൻ വംശജയാണ്. പക്ഷേ അവരുടെ ഭർത്താവ് കടുത്ത പാകിസ്ഥാൻവാദിയാണ്. പാകിസ്ഥാൻ അനുകൂലമായിട്ട് നിലപാട് സ്വീകരിച്ചാണ്. ആഫ്രിക്കൻ വംശജനാണ്. അങ്ങേരെ യഹൂദനാണ്. പക്ഷേ അങ്ങേരെ പാകിസ്ഥാൻ, ഇവരുടെയൊക്കെ പണമാണല്ലോ പ്രശ്നം. അപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി വന്നപ്പോഴേ കമല ഹാരിസ് അത് വലിയ ഗൗരവമായിട്ട് എടുത്തില്ല. കമല ഹാരിസിൻ്റെ ബന്ധുവിൻ്റെ എന്തോ ഒരു പ്രസിദ്ധീകരണത്തിൽ ഇന്ത്യക്കെതിരായിട്ട് ഒരു ലേഖനമൊക്കെ വന്നു. അപ്പോൾ കമല ഹാരിസ് ഇന്ത്യയുടെ അത്ര അനുയോജ്യമായൊരു നിലപാടല്ല സ്വീകരിച്ചത്. ഇന്ത്യൻ വംശജയായ ഒരാൾ അവിടുത്തെ വൈസ് പ്രസിഡൻ്റ് എന്ന് പോലും നരേന്ദ്രമോദി നോക്കിയില്ല. കമല ഹാരിസ് ഇന്ത്യയും തിരക്കിയില്ല. കമല ഹാരിസിനെ കുറിച്ച് തിരക്കതേയില്ല. സാധാരണ തിരക്കണ്ടേ, ഇന്ത്യൻ വംശജയല്ലേ, തമിഴ്നാട്ടിലാണല്ലോ ഒറിജിൻ ഉള്ളത്. അദ്ദേഹം ബൈഡനെ കണ്ടു, തിരിച്ചു പോന്നു. അപ്പോൾ കമല ഹാരിസിന് മനസ്സിലായി ഈ വെള്ളത്തിലൊന്നും നടക്കുന്നൊരു മനുഷ്യനല്ല ഈ നരേന്ദ്രമോദി എന്നുള്ളത്. അപ്പോൾ ഇവരൊക്കെ പരാജയപ്പെട്ടിടത്താണ് ട്രൂഡോ ഇറങ്ങിയത്. പക്ഷേ ട്രൂഡോ ഒരു കാര്യം ചെയ്യണമായിരുന്നു. ഇതിനൊക്കെ മുമ്പ് വേറെ കാര്യം കൂടെ നോക്കണമായിരുന്നു. 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോഴേ പക്ഷേ അന്വേഷണം ഓർമ്മയാണ്. അതിനു മുമ്പൊക്കെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ വിദേശ രാജ്യത്ത് എവിടെ പോയാലും അദ്ദേഹത്തിൻ്റെ വിമാനത്തിലൊരു മാധ്യമ പട കാണുമായിരുന്നു. പ്രധാനപ്പെട്ട വിഷ്വൽ മീഡിയ, പ്രിൻറ്റ് മീഡിയയുടെ ആളുകളെല്ലാം കാണും. ഇവരെ പ്രൈം മിനിസ്റ്ററോടുകൂടി അവിടെ ചെല്ലും. നന്നായിട്ട് സുഖമായിട്ട് മദ്യപിച്ച് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പ്രൈം മിനിസ്റ്ററോട് മടങ്ങി വരും. ഗ്രീൻ ചാനലിലൂടെ ഇഷ്ടമുള്ള സാധനങ്ങളും കടത്തിക്കൊണ്ട് പോരും. ഇതായിരുന്നു ഇവരുണ്ടായിരുന്ന കലാപരിപാടി. മോദി പറഞ്ഞു എൻ്റെ കൂടെ പത്രക്കാരും വരണ്ടാകും, ദൂരദർശൻ്റെ ടീം മാത്രം വന്നാൽ മതി. വിദേശ പര്യടനം ദൂരദർശൻ നിങ്ങൾക്ക് വിദേശ പര്യടനം അറിയാനാണല്ലോ വരുന്നത്. പ്രൈം മിനിസ്റ്റർ എന്ത് പ്രഖ്യാപിച്ചു, ആരെ കണ്ടു, അതിൻ്റെ ഫോട്ടോഗ്രാഫ്സ് വേണം, അതിൻ്റെ വീഡിയോ ക്ലിപ്പിംഗ് വേണം, അതൊക്കെ ദൂരദർശൻ തരുമല്ലോ. അതുകൊണ്ട് നിങ്ങൾ വരണ്ടെന്ന് പറഞ്ഞു. സകല മാധ്യമങ്ങളും, ഇന്ത്യയിലെ സകല പ്രധാനപ്പെട്ട മാധ്യമങ്ങളും നരേന്ദ്രമോദിക്കെതിരായിട്ട് മാറി. അതിന് മുമ്പ് തന്നെ നരേന്ദ്രമോദിക്കെതിരായിരുന്നല്ലോ. ഓർക്കുന്നില്ലേ, ഭ്രൂണം, തൃശ്ശൂലം, അക്രമം എന്നൊക്കെ പറഞ്ഞിട്ട് മോദിക്കെതിരെ കുറേ കാലമായിട്ട് ഇവർ ആക്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. മോദി അധികാരത്തിൽ വന്നപ്പോൾ മോദിക്ക് ഒരു വാസ്തവം മനസ്സിലായി. ഈ യൂസ്ലെസ് മാധ്യമപ്രവർത്തകരാണ് തന്നെ അധികാരത്തിലെത്തിച്ച്. ഇവന്മാർക്കൊന്നും ഒരു കാശിന് വിലയില്ല ഇന്ത്യയിൽ നിന്ന്. കൃത്യമായിട്ട് നരേന്ദ്രമോദിക്ക് മനസ്സിലായി ഈ മാധ്യമക്കാരനൊന്നും ഒരു വിലയില്ല ഇന്ത്യയിൽ. അതാ സത്യം. ഇപ്പോൾ വില കുറഞ്ഞു, വില ഇടിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് തിരിച്ച് 2014 ഈ സംഭവത്തോടു കൂടി മാധ്യമങ്ങൾ നരേന്ദ്രമോദിക്കെതിരെ. അപ്പം നരേന്ദ്രമോദി ഏറ്റവും ശക്തമായി എതിർത്തത് മാധ്യമങ്ങളാണ്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, ഇറാനിലെ ഷായുടെ ഭരണകൂടത്തെ തകർത്തത് ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷനാണ്, BBC ആണ്. അവർ പേർഷ്യൻ ഭാഷയിൽ ഷായ്ക്കെതിരെ നിരന്തരമായി സംപ്രേഷണം ചെയ്യുമായിരുന്നു BBC വാർത്തകൾ. അവസാനം ഇറാനിലെ ജനങ്ങളെ അക്രമോത്സുകരാക്കിയത് ഈ BBC ആണ്. ആ BBC നമ്മളിവിടെ റെയ്ഡ് ചെയ്തത്. അപ്പോൾ BBC റെയ്ഡ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ചിന്തിക്കാനൊക്കാത്ത കാര്യമില്ല. BBC കുന്തം എല്ലാം പറയിക്കൊണ്ട് പോകും, നീ എന്നാ വേണേലും എഴുതാൻ പറഞ്ഞു. ഒരു സെൻസറും ഇല്ല, നിനക്ക് എഴുതാൻ ഇഷ്ടമുള്ളതൊക്കെ എഴുതിക്കൊള്ളാൻ പറഞ്ഞു. അതെഴുതി. അമേരിക്കൻ ടൈംസ് എഴുതി, ഒരുപാട് ന്യൂയോർക്ക് ടൈംസ് എഴുതി. ഇവരെല്ലാം നിരന്തരമായി അമേരിക്കൻ പത്രങ്ങളെ, BBC ഇതൊക്കെ ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞു. അതൊന്നും അദ്ദേഹം മൈൻഡ് ചെയ്തില്ല. അതാണ് നരേന്ദ്രമോദിയുടെ ഒരു പേഴ്സണാലിറ്റിയാണ് ഞാൻ ഈ പറയുന്നത്. പിന്നെ അദ്ദേഹം പ്രധാനമന്ത്രിയായിട്ട് വന്നപ്പോൾ അദ്ദേഹത്തിനെ എതിർത്താരായിരുന്നു? ബീഹാറിൽ അദ്ദേഹം പ്രചരണത്തിന് ചെല്ലരുതെന്ന് കണ്ടീഷൻ വെച്ച ആളാണ് നിതീഷ് കുമാർ. ഇന്ന് അടിമ. ഇപ്പം നിതീഷ് കുമാർ ജയിക്കണമെങ്കിൽ മോദി എന്നല്ലേ പറ്റുള്ളൂ. നിതീഷ് കുമാർ അവിടെ മുഖ്യമന്ത്രിയായിട്ടിരിക്കുകയാണല്ലോ. അദ്ദേഹത്തിന് ജയിക്കണേ മോദി അല്ലണമെന്ന് മനസ്സിലായി. പിന്നെ അദ്ദേഹത്തിൻ്റെ വർഗീയ നിലപാടിൽ കടുത്ത മനംതൊന്ന് പോയ ഒരാളാണ് ചന്ദ്രബാബു നായിഡു. അവസാനം സംസ്ഥാപരാധങ്ങളും പറഞ്ഞാണ് അദ്ദേഹം ചെന്നിരിക്കുന്നത്. അപ്പോൾ കോൺഗ്രസ് പ്രതീക്ഷ വെച്ച് പുലർത്തിയത്
നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവിനെ ആശ്രയിച്ച് നിൽക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് മോദിയുടെ ഗവൺമെൻറ്. മോദി ദുർബലനായി തീർന്നു, ന്യൂനപക്ഷ ഗവൺമെൻറ്റാണ്, എപ്പോൾ വേണമെങ്കിലും താഴെ പോരാ എന്ന് പറഞ്ഞു. ഒരു കാരണവശാലും ഈ ഗവൺമെൻറ് താഴെ പോകാതെ നോക്കേണ്ട ഉത്തരവാദിത്വം നിതീഷ് കുമാറിനും ചന്ദ്രബാബു നായിഡു. ഇപ്പോൾ ഗവൺമെൻറ് ഇപ്പോൾ താഴെ പോയാൽ നമ്മൾ പണ്ട് പറഞ്ഞ പോലെ 300-400 സീറ്റ് വാങ്ങിച്ച് ഈസിയായിട്ട് BJP അധികാരത്തിൽ വരും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു വന്നത്, മോദി എന്ന് പറയുന്ന നേതാവിനെ നമ്മൾ പഠിക്കേണ്ടതാണ്. മോദി ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് ഇന്ത്യയിലെ അതും ഒരു പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളാണ്. ഇന്ത്യയിൽ കടുത്ത ജാതി വ്യവസ്ഥ നിൽക്കുന്നിടത്ത് അദ്ദേഹത്തിന് വളർന്നു വരിക വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അവിടെ നിന്ന് വളർന്നു വന്ന് ഒരു വലിയ പാരമ്പര്യവും പറയാനില്ലാത്ത ആൾ ഇന്ത്യയിലെ മാത്രമല്ല ലോകം ശ്രദ്ധിക്കുന്ന നേതാവായിട്ട് വന്നു. അദ്ദേഹവുമായിട്ടാണ് ട്രൂഡോ ഫൈറ്റ് ചെയ്യാൻ, ട്രൂഡോ എന്നല്ല, അദ്ദേഹമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോയ ആളുകൾക്കൊക്കെ എന്തുകൊണ്ടോ പരാജയമാണ് സംഭവിച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ഒരാൾക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് നമ്മൾ 2014 തൊട്ടുള്ള ഇന്ന് വരെയുള്ള ചരിത്രം കാണിക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ കാനഡയിൽ ട്രൂഡോയ്ക്ക് പറ്റിയത് മോദിയെ ചൊറിയാൻ പോയി എന്നുള്ളതാണ് അയാളുടെ വീഴ്ചയുടെ തുടക്കം. സംശയിക്കേണ്ട, അവിടെ നിന്നാണ് ട്രൂഡോയ്ക്ക് കുഴപ്പം. മോഡിയെ തിരയാൻ പോയില്ലേ ഷീ ജിൻപിങ്ങിൻ്റെ അന്തസ് പോയത് എവിടെയാണ്? മോദിയോട് കൊരുക്കാൻ പോയി. ഇനിയിപ്പോൾ നമ്മൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് ഇപ്പോൾ കാനഡയിൽ വലിയൊരു രാഷ്ട്രീയ സംഭവം സംഭവിച്ചു കഴിഞ്ഞു. അവിടെ ഒരു ഇന്ത്യയെ ശത്രുപക്ഷത്ത് കണ്ട ഒരു രാജ്യത്ത് അധികാരം തന്നെ ഇല്ലാണ്ട് അയാൾക്ക് പോകേണ്ടി വന്നു. ഇനി തൊട്ടടുത്ത അയൽ രാജ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ബംഗ്ലാദേശ് നമ്മളുമായി നല്ല നയതന്ത്ര ബന്ധമുണ്ടായിരുന്ന ഒരു രാജ്യമാണ്. പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ പറയുന്നത് പോലെ തന്നെ മോദിയോട് ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമീപനം, അല്ലെങ്കിൽ ഇന്ത്യ വിരുദ്ധമായൊരു നിലപാടിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രമാണ് ബംഗ്ലാദേശ്. ഈ മോദിയോട് ഫൈറ്റ് ചെയ്യാൻ പോയവരെല്ലാം വീണ ചരിത്രമാണുള്ളത്. അപ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. അത് മുഹമ്മദ് യൂനുസ് ആണല്ലോ ഇപ്പോൾ ഭരിക്കുന്നത്. അത് അമേരിക്കയുടെ നോമിനിയാണ്, ബൈഡൻ്റെ നോമിനിയാണ് മുഹമ്മദ് യൂനുസ്, അല്ല ട്രംപിൻ്റെ അല്ല. ട്രംപിന് ഇയാളുടെ താല്പര്യമൊന്നുമില്ല. മുഹമ്മദ് യൂനുസ് ബൈഡൻ്റെ ഒരു നോമിനിയാണ്. അദ്ദേഹം നോബൽ പ്രൈസ് കിട്ടിയ ആളാണ്. നോബൽ പ്രൈസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന വാർത്താ മൂല്യമുണ്ടെന്നല്ലാതെ നോബൽ പ്രൈസിന് എന്ത് മൂല്യമുള്ളത്? നോബൽ പ്രൈസിൽ സമാധാനത്തിൻ്റെ നോബൽ സമ്മാനം കൊടുക്കണമെങ്കിൽ ആദ്യം കൊടുക്കേണ്ടത് മഹാത്മാഗാന്ധിക്കായിരുന്നു. അപ്പോൾ പിന്നെ നോബൽ സമ്മാനത്തിൻ്റെ കാര്യമൊന്നും പറയണ്ട, അതൊക്കെ കുറേ സായിപ്പന്മാരെല്ലാം കൂടെ ചേർന്നിരുന്ന എല്ലാം മോശമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ശാസ്ത്രരംഗത്തും സാങ്കേതിക രംഗത്തൊക്കെ വലിയ കുഴപ്പമില്ല. ബാക്കിയൊക്കെ ഇതൊക്കെ തന്നെ, സമാധാനത്തിന് നോബൽ സമ്മാനം ഒന്നും പറയുന്ന കാര്യമില്ല. അപ്പോൾ ഈ നോബൽ സമ്മാനമൊക്കെ അവർ കൊടുക്കുന്നതാണ്. മുഹമ്മദ് യൂനുസിനെ കൊണ്ടുവച്ചിട്ട് അമേരിക്ക ഭരിക്കാം. അവരെ ഷെയ്ഖ് ഹസീനയ്ക്ക് അവർക്ക് എതിരായിട്ട് മാറിയത് സെയിൻറ്റ് മാർട്ടിൻ ദ്വീപ് അവർക്ക് വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞ് നടക്കാഞ്ഞതുകൊണ്ടാണ്. ഇപ്പോൾ എന്താണ് ബംഗ്ലാദേശിലെ സ്ഥിതി? ബംഗ്ലാദേശിലെ ഒരു ഭാഗത്തുനിന്ന് ഈ റോഹിംഗ്യൻ കലാപകാരികളെ, അഭയാർത്ഥികളെ അവിടേക്ക് വരുന്നു. അവിടെ തന്നെ സംഘർഷം ഉണ്ടാകുന്നു. പട്ടാളത്തിൽ അസംതൃപ്തിയാണ്. അപ്പം മുഹമ്മദ് യൂനുസ് വിചാരിക്കുന്നിടത്ത് ബംഗ്ലാദേശിനെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. ട്രംപ് അധികാരത്തിൽ വരുന്നതോടുകൂടി മിക്കവാറും യൂനുസിൻ്റെ പതനം പരിപൂർണമാകും. അതുകൊണ്ട് മുഹമ്മദ് അത് തന്നെയാണ് ഇന്ത്യയിൽ അവർ ശ്രമിച്ചത്. നരേന്ദ്രമോദിയെ മാറ്റിയിട്ട് അമർത്യ സെന്നിനെയോ അല്ലെങ്കിൽ റിഘ്റാം രാജനെയോ ഒക്കെ മുന്നേ നിർത്തി ഒരു കോംപ്രമൈസിങ് കാൻഡിഡേറ്റ് എന്നൊക്കെ നിലയിൽ കൊണ്ടുവന്ന് കാര്യങ്ങളൊക്കെ നേടാമെന്ന് ഒക്കെ സ്വപ്നം കണ്ട ആളുകളാണ്. അതിനായിരുന്നു നമ്മുടെ രാഹുൽ ഗാന്ധിയൊക്കെ ഒരുപാട് ശ്രമിച്ചതിനെ. പിന്നെ അങ്ങനെയാണല്ലോ അദ്ദേഹത്തിൻ്റെ ജോർജ് സോറസ് എത്രയോ കോടി മാറ്റി വെച്ചിരിക്കുകയായിരുന്നു മോദിയെ മാറ്റാനായിട്ട്. എത്രയോ കോടി. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ മോദി 3.0 എന്ന് പറയുന്നത് മോദി റീലോഡഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശാണ് ഇനി അടുത്ത് ഭയക്കേണ്ടത്. തീർച്ചയായിട്ടും ബംഗ്ലാദേശിലെ ഗവൺമെൻറ് എപ്പോൾ വീടും. ബംഗ്ലാദേശിലെ ഗവൺമെൻറ് ഇപ്പം നിൽക്കുന്ന ഇന്ത്യയുടെ മേഴ്സിയിലാണ്. അത് മോദി വിചാരിച്ചില്ല ഗവൺമെൻറ് നിമിഷങ്ങൾക്ക് മാറാവുന്ന കാര്യമേ ഉള്ളൂ. മനസ്സിലായി. ഇപ്പോൾ ഏതായാലും ഇനി അവിടുത്തെ സംഭവവികാസങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. നന്ദി.